1980-90 കാലഘട്ടങ്ങളിൽ ജനിച്ച എന്നെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിൽ കൊണ്ടു കിടക്കാൻ അല്ലെങ്കിൽ സ്വപ്നം കാണാനായിട്ട് കുറച്ച് ബൈക്ക് മോഡലുകൾ മാത്രമേ ഇന്ത്യയിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. കാലം മാറി ഒരുപാട് ബൈക്ക് മോഡലുകൾ ഇന്ത്യയിൽ ഇറങ്ങാൻ തുടങ്ങി. അന്ന് വെറും ഒരു റോയൽ എൻഫീൽഡ്, ബജാജിന്റെ ചേതക്ക്, കൈനറ്റിക് ഹോണ്ട, സണ്ണി തുടങ്ങിയ ബൈക്കുകളായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് 10-20ഓളം കമ്പനി ബൈക്കുകൾ ഇന്ത്യയിൽ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. ഏത് വിദേശ കമ്പനി വന്നു കഴിഞ്ഞാലും ബൈക്കിന്റെ കാര്യത്തിൽ ക്ലിക്കാവുന്ന തരത്തിലായി. ഇലക്ട്രിക് ബൈക്കുകളും സക്സസ് ആയി തുടങ്ങി. ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള ബൈക്കുകളായി. പെട്ടെന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉള്ള തരത്തിലായി. റോയൽ എൻഫീൽഡ് തന്നെ 6-7 മോഡലുകൾ ഇറക്കി. KTM ബൈക്കുകളുണ്ട്, ഹോണ്ടയുടെ ഒരുപാട് മോഡലുകൾ, കവാസാക്കി ഉണ്ട്, ട്രയംഫ് ഉണ്ട്, ഡുക്കാട്ടി ഉണ്ട്, അത് കഴിഞ്ഞ ബെനലി ഉണ്ട്, പിന്നെ BMW ബൈക്ക് വേറൊരു ഭാഗത്ത്, അത് കഴിഞ്ഞ ഇന്ത്യൻ പ്രൊഡക്ഷൻ കമ്പനീസ് ആയ ബജാജ്, ഹീറോ, TVS ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ബൈക്കുകൾ ഇറക്കി ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വിദേശ കമ്പനി വന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ ബൈക്ക് മാനുഫാക്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തും ഒരുപാട് ബൈക്കുകൾ ഇന്ത്യയിൽ ഇറക്കാൻ തുടങ്ങി. TVSന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1980 TVS 50 എന്ന് പറയുന്ന ഒരു ബൈക്കിൽ അത് ഏറ്റവും സാധാരണക്കാരന്, ഏറ്റവും പാവപ്പെട്ടവനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് ഇറക്കിയത് തൊട്ടിട്ട് ഇന്നിപ്പോൾ ഇതാ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബൈക്ക് ഇറക്കിക്കൊണ്ട് TVS മുന്നേറുകയാണ്. TVS RTX D4 പുതിയ എഞ്ചിൻ, പുതിയ ഡിസൈൻ, മാരക ലുക്ക്. എഞ്ചിനിലേക്ക് വരുമ്പോൾ 299cc പുതിയൊരു എഞ്ചിനാണ്. സിംഗിൾ സിലിണ്ടർ ആണ്, ലിക്വിഡ് കൂൾഡ് DOHC 4 വാൾവ് എഞ്ചിനാണ്. 36 PS 9000 RPM. ടോർക്കിലേക്ക് വരുമ്പോൾ 28.5 Nm at 7000 RPM ആണ്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് വെറ്റ് മൾട്ടിപ്ലേറ്റ് ലീൻ സെഗ്മെന്റ് അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ച്, ക്രൂയിസ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, 4 റൈഡ് മോഡ് ഉണ്ട്. റൈഡ് ബൈ വയ ത്രോട്ടൽ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്, സ്ലിപ്പർ ക്ലച്ച്, ബൈ ഡയറക്ഷണൽ ABS, സ്വിച്ചബിൾ ആയിട്ടുള്ള റിയർ ABS കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല പാഡിങ്ങോടുകൂടി ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പാറ്റേൺ ഷിപ്പ് ആയിട്ടുള്ള എയർ ഡക്ട് ഡിസൈൻ ഉണ്ട്. ഇനി ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള 2 ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് D LED ഹെഡ്ലൈറ്റ് വിത്ത് ഫോളോ മീ ഫംഗ്ഷൻ, പിന്നെ DRL, ടേൺ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് എല്ലാം LED ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 5 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സ്ക്രീൻ മിററിംഗ് ഓപ്ഷൻ ഉണ്ട്. USB-A USB-C ചാർജർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സ്മാർട്ട് X കണക്ട് എന്ന് പറഞ്ഞ TVSന്റെ ഒരു കണക്ഷൻ ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിലേക്ക് വരുമ്പോൾ പഴയ ഡിസൈനൊക്കെ മാറ്റി പുതിയ പാറ്റേൺ ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വീലിലേക്ക് വരുമ്പോൾ ട്യൂബ്ലെസ് ആയിട്ട് 19 ഇഞ്ച് ഫ്രണ്ട് വീലും 17 ഇഞ്ച് റിയർ വീലും ആണ് കൊടുത്തിരിക്കുന്നത്. യൂറോ ഗ്രിപ്പ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. 240 mm ഫ്ലോട്ടിംഗ് കാലിപ്പർ ആണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആണ്, അതും ഗോൾഡൻ കളറോട് കൂടി. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ഓപ്ഷൻ ആയിട്ടുണ്ട്. ബ്രേക്ക് ലൈൻസ് ഒക്കെ സ്റ്റീൽ ബ്ലേഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിയറിൽ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. റാക്ക് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ സബ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. കാസ്റ്റ് ആൻഡ് സ്വിംഗാമു മോണോ റിയർ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഫ്ലോട്ടിംഗ് പിസ്റ്റനോട് കൂടിയിട്ടുള്ളതാണ്. രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ 180 mm ട്രാവലോട് കൂടിയിട്ടും റിയർ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ 180 mm ട്രാവലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 5 കളർ ഓപ്ഷൻസ് ഉണ്ട് ബൈക്കിൽ. ബ്രാസ് കോട്ടിങ്ങോട് കൂടിയ ചെയിന്, ബിൽഡ് ടു ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വണ്ടിന്റെ കളർ, ഗ്രാഫിക്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. റേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഫെൻഡർ, ടോപ്പ് ബോക്സ്, TVSന്റെ സൈഡ് പനി, USB ചാർജർ, ഡാഷ് ഗാർഡ്, ബാഷ് പ്ലേറ്റ്, നക്കിൾ ഗാർഡ്, റിയർ ടയർ ഹഗ്ഗർ എന്നിവയുള്ള ആക്സസറി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. 12.5 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആൻഡ് സീറ്റ് ഹൈറ്റ് 835 mm. വെയിറ്റ് വരുന്നത് 180 kg.